ഹായ്, ഇന്നൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. തേങ്ങാപ്പാലിൽ വരട്ടിയെടുത്ത ചിക്കനാണ്. നല്ല സ്പൈസിയും ടേസ്റ്റിയൊക്കെ ആയിട്ടുള്ളൊരു റോസ്റ്റാണിത്. യമനി റൊട്ടിയുടെ കൂടെയാണ് ഞാൻ സെർവ് ചെയ്തത്. അതിൻ്റെ റെസിപ്പി അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. ചപ്പാത്തിയുടെ കൂടെയും റൈസിൻ്റെ കൂടെയും ഈവൻ പുട്ടിൻ്റെ കൂടെ വരെ നല്ലൊരു കോംബോ ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ വിനാഗിരി, ഇനി ഒരല്പം വെള്ളം, 2-3 ടേബിൾ സ്പൂൺ മതിയാവും. ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊരു മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അതിനുശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വലിയ പാൻ ആയതുകൊണ്ട് ഞാൻ മുഴുവനായിട്ട് ഇട്ടത്. ചെറിയ പാനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 2 ബാച്ചായിട്ട് പൊരിച്ചെടുക്കുക. ഇനി അതൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. മുഴുവനായിട്ട് അടച്ചു വെച്ചാൽ ഒരുപാട് വെള്ളം ഉണ്ടാവും. ഒരു 1/4 ഭാഗം വരെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പോൾ തന്നെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചു കൊടുത്ത് ഒന്നുകൂടി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരല്പനേരം കൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ മുഴുവനായിട്ട് ഈ പാനിൽ നിന്നൊന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് എടുക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. തേങ്ങാക്കൊത്ത് ചേർക്കണമെങ്കിൽ ഈ ഒരു ടൈമിൽ ആഡ് ചെയ്യാം. ഇനി അതിലേക്ക് 4 സവോള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് വീണ്ടും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. സവോള നന്നായിട്ട് വെന്ത് വരണം. ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം വെച്ചാൽ നന്നായിട്ട് വാടി വരും. നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും കൂടി ചേർത്ത് ആ പൊടികളുടെയൊക്കെ ഒരു റോ ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് തക്കാളിയാണ് ചേർക്കേണ്ടത്. 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി വീണ്ടും അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കുക. അടിയിൽ പിടിക്കരുത്, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. ലൂസായിട്ടുള്ള തേങ്ങാപ്പാലാണ്. അരമുറി തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലുമാണിത്. ഒരുപാട് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നമ്മൾ ഓൾറെഡി ചിക്കൻ വേവിച്ചപ്പോൾ അതിൽ ഉപ്പിട്ടത് കൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രമേ, മസാലയ്ക്ക് ആവശ്യമുള്ള മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വേണമെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് 2-3 പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ റോസ്റ്റ് റെഡിയായി. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗ്രേവി ആവശ്യമുള്ളത്ര നോക്കിയെടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. കുറച്ചുകൂടെ ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് വരട്ടിയെടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാം. നല്ല ടേസ്റ്റിയും സ്പൈസി ആയിട്ടൊക്കെ ഉള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.